ക്യാരറ്റും തേങ്ങയും കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം റെഡിയാക്കാം. ഒരു വട്ടം ഉണ്ടാക്കിയാൽ നിങ്ങളിന്ന് വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്ര ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ഇനി നെയ്യൊന്ന് ചൂടായി വരട്ടെ. ഇതിലോട്ട് കുറച്ച് കാഷ്നട്ട് ഇട്ടെടുക്കാം. കാഷ്നട്ട് കുറച്ച് ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാരറ്റ് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്തെടുക്കാം. പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാരയുടെ മധുരമൊക്കെ നന്നായിട്ട് ക്യാരറ്റിലോട്ടൊന്ന് വലിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ കുറച്ച് കൂടുതലായി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം. അപ്പോൾ ജാർ എടുക്കുമ്പോൾ വലിയ ജാർ തന്നെ എടുക്കാൻ നോക്കട്ടോ. അല്ലെങ്കിൽ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് തുളുമ്പി പോകാൻ സാധ്യത ഉണ്ട്. ഞാൻ ചെറുതെടുത്തത് കൊണ്ട് തന്നെ 2 വട്ടമായിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തത്. ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് 3 സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ്. ഇനി ഇതിലോട്ട് 2 സ്പൂണ് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ക്യാരറ്റിൻ്റെ കൂട്ടും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി എല്ലാം കൂടി ഇട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് കൂട്ട് ഒഴിച്ചെടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു അപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടാണ് വെച്ചെടുക്കുന്നത്. വെച്ചെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ
അതിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി ഒന്നും എയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു കനമുള്ളൊരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണ്ടത് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത കാഷ്യൂനട്ടും അതേപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചെടുക്കാം. ഇത് വെച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് നിർത്തുള്ളൂ. ഇനി ഒന്നും കൂടെ മൂടി വെച്ച് ഒരു 25 മിനിറ്റ് സമയം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റും തേങ്ങയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.